ഓക്കെ, ഇന്ന് നമ്മുടെ ട്രേഡ് ദ പൂളിൻ്റെ പ്ലാറ്റ്ഫോമിൽ മൂന്നാമത്തെ ദിവസമാണ്. സോ ഓക്കെ, 2 മിനിറ്റ് ലേറ്റായി, സാരമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയ്ക്ക് അതുകൊണ്ട് കുറച്ച് ഹെഡേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചായിരിക്കും ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്, ഇന്നത്തെ ട്രേഡോടെ കൂട്ടി. ഓക്കെ, ലെറ്റ്സ് സീ. ബാബ ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡിൽ വരെ ട്രിഗർ ആയിട്ടില്ല. 5 മിനിറ്റിൽ ലോ 85. വെയിറ്റിംഗ് ആണ്, ട്രിഗർ ആയിട്ടില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല. 82 സപ്പോർട്ട് എടുത്തു. 73 ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ചെറിയൊരു 5 മിനിറ്റ് ട്രേഡ് ആയിരിക്കും. ഉദ്ധരിക്കാനുള്ള 73 ചെറിയ നമ്മുടെ എൻട്രി ആയിട്ടുണ്ട്. 1-1 പോയി. ബ്രേക്ക് ഈവൻ സീൻ. സോ 73.6 ആണ്. ഓക്കെ, 2-1 ബോർഡുണ്ട്. നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ 1-1 മാറ്റുവാണ്. ട്രയൽ 1-1 നമുക്ക് ആൾറെഡി. ഓക്കെ, $73.50 will my target. ഓൾറെഡി നമ്മുടെ 90 ആകുമ്പോൾ 3-1 പോവും. ഓക്കെ, ഔട്ട്. നമുക്കൊരു 3-1 മുകളിൽ പോയി. ഓൾമോസ്റ്റ് 120 ആകുമ്പം 4-1 ആയിരുന്നു. സോ നമ്മളത് ഔട്ടായി. 107. സോ അതൊരു ഹോൾ നമ്പർ പ്ലേ ആയിരുന്നു. വർക്ക്ഡ് ഔട്ട്. ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടെ ഈ 20 mm വരെ ഹോൾഡ് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്കൊരു 4-1 പോയതുകൊണ്ട് അത് ഞാൻ ബുക്ക് ചെയ്തു. എല്ലാം സൈഡ് വൈസ് ആണ്, വലിയ ട്രേഡൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം ഇന്നത്തെ ദിവസം. ഓക്കെ, എല്ലാം ചോപ്പിയാണ്. ഒരു ചെറിയൊരു മൊമെൻറ്റ് കിട്ടി, നമ്മളതിനെ ക്യാപ്ചർ ചെയ്തു. സോ ഇനി വെറുതെ കുത്തിയിരുന്ന് ഡോളർ കളയണ്ട. സെറ്റപ്സ് നമുക്കിപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ സെറ്റപ്സ് ഒന്നുമില്ല. എല്ലാം ഞാൻ മാറി തിരിച്ച് നോക്കി, എല്ലാം സൈഡ് വൈസ് ഒക്കെയാണ്. ഇതല്ല സാർ. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോയും ഉണ്ട്, അത് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് ഉബറിലാണ് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തത്.
ഓക്കെ, $107.50. സോ ഓക്കെ, ഒരു പ്ലാറ്റ്ഫോം വേണമെങ്കിൽ ഇതിൻ്റെ ട്രേഡ് ദ പൂളിൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് നോക്കാം. അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കാം. നമ്മുടെ ട്രേഡ് ദ പൂളിൻ്റെ ഫണ്ടാണ്, നമ്മൾ ഫണ്ടിങ് ചാലഞ്ചാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഡെമോ അക്കൗണ്ടാണ്. ഇത് പാസ്സായാലേ നമ്മൾ കിട്ടത്തുള്ളൂ. സോ ഇതാണ് അക്കൗണ്ട്, ഇതാണ് എൻ്റെ അക്കൗണ്ട്. അതായത് ബൈയിങ് പവർ ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. സോ നമുക്കിപ്പം 182 ടോട്ടൽ. നമ്മൾ 3 ദിവസമായതേ ഉള്ളൂ. കുഴപ്പമില്ല. ടാർഗറ്റ് നമുക്ക് $1350. കുറേ പോകാനുണ്ട് നമുക്ക്. ഇത് നമ്മുടെ ഇക്വിറ്റി കർവ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ നമ്മൾ ഇച്ചിരി താഴെ പോയില്ല ആദ്യത്തെ ദിവസം. പിന്നെ നമ്മൾ കയറി നൈസായിട്ട് 74 എന്നുള്ളതായിരുന്നു. ടവർ വന്ന് 2ൽ നമ്മൾ അപ്പം അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് എൻ്റേത് 1:5.5 ആണ് റിസ്ക് റിവാർഡ്. ഓക്കെ, സക്സസ് റേറ്റ് നമുക്ക് 60% ഓഫറുണ്ട്. ഗുഡ്. അപ്പോൾ അധികം ദിവസം ആയില്ലല്ലോ, 3 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ 3 ദിവസത്തെ ട്രേഡ് കണ്ടിട്ട് നമ്മൾ സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ 50% വേണമെന്ന് തോന്നുന്നു കേട്ടോ ഫണ്ടിങ് ചാലഞ്ചിൽ. അവരുടെ ആ ഒരു റൂളും ഉണ്ട്. കുറേ റൂൾസ് ഉണ്ട്, പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു 50% വിന്നിങ് റേഷ്യം വേണം. പിന്നെ നമ്മുടെ ബെസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിന് 50% ആകാനും പാടില്ല. അതായത് ബെസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഇത് ബെസ്റ്റ് ട്രേഡ്. പിന്നെ നമ്മുടെ ഇക്വിറ്റി കർവ്. ഇനി നമ്മുടെ മെയിൻ ട്രേഡ്സ് ഇവിടെയാണ്. നമ്മുടെ വിൻസ് നോക്കാം. വിൻ ആൻഡ് ലോസ്. ഇതാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ലോസ് ആകുന്ന ദിവസം കണ്ടാവും. ലോസിങ് ട്രേഡ്സ് വളരെ ചെറിയ ലോസസാണ്. ഇതൊരു ബ്രേക്ക് ഈവൻ എന്ന് പറയാം. ഇത് ബ്രേക്ക് ഈവൻ ആണ്, സർവീസ് ചാർജ് പോയതാണ്. ആക്ച്വലി എടുത്ത ലോസ് ഇതാണ്. ഫസ്റ്റ് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ട്രേഡ്. ആദ്യത്തെ ദിവസം ഓർമ്മ കാണും. അന്ന് എനിക്കത് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്തതാണ്. കാരണം എൻട്രി ഒന്നും നമുക്ക് നമ്മൾ ഹോട്ട് കീയിൽ സെറ്റ് ചെയ്ത് വർക്കാവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ മൗസിൽ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം 3 ദിവസത്തിൽ നമുക്ക് വിന്നിങ് ഉണ്ട്. UAL ഉബർ എല്ലാം വ്യത്യസ്തമായ MUവിൽ 2 ലോസ് എടുത്തത്. പ്രോഫിറ്റ് ഉബറിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. UAL എടുത്ത് കുഴപ്പമില്ലായിരുന്നു. 2-1. ഓക്കെ, സോ ഇന്നത്തെ ക്ലോസ് ചെയ്യുവാണ്. See you tomorrow.